ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ഷാനില. വെൽക്കം ടു മൈ ചാനൽ ഓൺലൈൻ ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആനുവൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ്. മലയാളം മീഡിയം ക്വസ്റ്റ്യൻ പേപ്പറും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. ഉത്തരം എഴുതുന്നതിന് മുമ്പ് ചോദ്യങ്ങളും അതേപോലെ തന്നെ നിർദ്ദേശങ്ങളും നല്ലവണ്ണം വായിച്ചു നോക്കുക. 1 മാർക്കിൻ്റെ ചോദ്യത്തിനൊക്കെ നമ്മൾ 1 വേർഡിൽ ആൻസർ എഴുതിയാൽ മതി. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് എന്തെല്ലാം മനസ്സിലായി എന്നറിയാൻ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ 3-4 ചോദ്യങ്ങൾ ഇടുന്നതാണ്. അതിനെ ആൻസർ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് ആനുവൽ എക്സാമായിട്ട് ഒരുപാട് ആൻസേഴ്സും ഡിസ്കസ് ചെയ്യാനുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കിയാലോ. എ മേജർ നിയോലിത്തിക് സൈറ്റ് ഇൻ കേരള. കേരളത്തിലെ നവീന ശിലായുഗ കേന്ദ്രം. ഭീംബഡ്ക, എടയ്ക്കൽ, ആദംഖണ്ഡ്, മെഹർഗഡ്. അപ്പോൾ 4 ഓപ്ഷൻസാണ് തന്നിരിക്കുന്നത്. കേരളത്തിലെ നവീന ശിലായുഗം എവിടെയാണുള്ളത്? എടയ്ക്കലാണ്. എടയ്ക്കൽ എന്ന് പറയുന്നത് എവിടെയാണ്? വയനാട്ടിലാണ്. അപ്പോൾ കേരളത്തിലെ നവീന ശിലായുഗം എവിടെയാണ്? എടയ്ക്കലാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Which among the following is an igneous rock? Limestone, marble, basalt, slate. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ആഗ്നേയ ശില? അപ്പോൾ ഏതാണ് ആഗ്നേയ ശില? ബസാൾട്ടാണ് ആഗ്നേയ ശില. ഇഗ്നീഷ്യസ് റോക്സ് എന്താണ്? ബസാൾട്ടാണ്. 2 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഹു ഈസ് ദ ചെയർമാൻ ഓഫ് നീതി ആയോഗ്? നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ ആരാണ്? ദ പ്രസിഡൻറ്റ്, പ്രൈം മിനിസ്റ്റർ, ചീഫ് മിനിസ്റ്റർ, ഫൈനാൻസ് മിനിസ്റ്റർ. അപ്പോൾ ആൻസർ എന്താണ്? പ്രൈം മിനിസ്റ്റർ. ഓക്കെ, അപ്പോൾ 3 ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. മേജർ നിയോലിത്തിക് സൈറ്റ് ഇൻ കേരള, എടയ്ക്കൽ കേവ്സ്. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ഇഗ്നീഷ്യസ് റോക്ക്, ബസാൾട്ട്. ഹൂ ഈസ് ദ ചെയർമാൻ ഓഫ് നീതി ആയോഗ്? പ്രൈം മിനിസ്റ്റർ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നീതി ആയോഗിൻ്റെ അധ്യക്ഷനാര്? പ്രധാനമന്ത്രി. ഇനി അടുത്ത ചോദ്യം നോക്കാം. 4 മുതൽ 9 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. 2 മാർക്ക് വീതമാണ്. 4ാമത്തെ ചോദ്യം ഇതാണ്. ഗവൺമെൻറ്റിൻ്റെ ഒരു ഘടകമാണ് നിയമനിർമ്മാണ വിഭാഗം. മറ്റ് ഘടകങ്ങൾ എഴുതുക. ഗവൺമെൻറ്റിൻ്റെ ഒരു ഘടകമാണ് നിയമനിർമ്മാണ വിഭാഗം. മറ്റ് 2 ഘടകങ്ങൾ എഴുതാനാണ്. ലെജിസ്ലേറ്റീവ് ഈസ് വൺ ഓഫ് ദ ഓർഗൻസ് ഓഫ് ദ ഗവൺമെൻറ്. നെയിം ദ അതർ 2 ഓർഗൻസ്. അപ്പം ബാക്കി 2 ഓർഗൻസിൻ്റെ പേര് എഴുതാനാണ്. ഓക്കെ, ഏതൊക്കെയാണ്? എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. ഏതൊക്കെയാണ്? എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം. അപ്പോൾ 3 ഓർഗൻസ് ഇപ്പോൾ നമ്മൾ പഠിച്ചു. ലെജിസ്ലേറ്റർ, ഓക്കെ, ജുഡീഷ്യറി, ഓക്കെ, ലെജിസ്ലേറ്റർ, ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്. ഓക്കെ, ഇനി അടുത്തത് 5ാമത്തെ ചോദ്യം നോക്കാം. മെൻഷൻ എനി 2 പെക്യുലാരിറ്റീസ് ഓഫ് ദ ലൈഫ് ഓഫ് ആര്യൻസ് ഇൻ ദ സപ്തസിന്ധു റീജിയൻ. സപ്തസിന്ധു റീജിയനിലെ ആര്യൻസിൻ്റെ എന്തെങ്കിലും 2 പ്രത്യേകതകൾ, അവരുടെ ജീവിതത്തിൻ്റെ 2 പ്രത്യേകതകൾ എഴുതാനാണ്. അപ്പോൾ എന്തൊക്കെയായിരുന്നു അവരുടെ പ്രത്യേകതകൾ? ഫസ്റ്റ് പോയിൻ്റായിട്ട് നമുക്ക് എഴുതാം. ബിലോങ്സ് ടു ഡിഫറെൻറ്റ് ട്രൈബ്സ്. വിവിധ ഗോത്രങ്ങളായിട്ടാണ് ആര്യന്മാർ ജീവിച്ചിരുന്നത്. ബിലോങ്സ് ടു ഡിഫറെൻറ്റ് ട്രൈബ്സ്. ഫസ്റ്റ് പോയിൻ്റ് എന്താണ്? ബിലോങ്സ് ടു ഡിഫറെൻറ്റ് ട്രൈബ്സ്. ആര്യന്മാർ വിവിധ ഗോത്രങ്ങളായാണ് ജീവിച്ചിരുന്നത്. ഈച്ച് ട്രൈബ്സ് കംപ്രൈസ്ഡ് ഓഫ് മെനി ഫാമിലീസ്. ഓരോ ഗോത്രത്തിലും നിരവധി ഫാമിലീസ് ഉണ്ടായിരുന്നു, നിരവധി കുടുംബങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു. ദ എൽഡസ്റ്റ് മെമ്പർ വാസ് സെലക്റ്റഡ് ആസ് ദ ഹെഡ് ഓഫ് ദ ട്രൈബ്. അപ്പോൾ ഗോത്രത്തിലെ മുതിർന്ന ആളുണ്ടാവില്ല, എൽഡർ വൺ, അവരെ ആയിരുന്നു ഗോത്ര തലവനായിട്ട് തിരഞ്ഞെടുത്തിരുന്നത്. ദ എൽഡസ്റ്റ് മെമ്പർ വാസ് സെലക്റ്റഡ് ആസ് ഹെഡ് ഓഫ് ദ ട്രൈബ്. ട്രൈബൽ അസംബ്ലീസ് ടു അസിസ്റ്റ് ദ ട്രൈബൽ ഹെഡ്സ് നോൺ ആസ് വിധാത സഭ. അപ്പോൾ ഈ ഗോത്ര തലവന്മാരെ സഹായിക്കാൻ ഗോത്ര സഭകൾ ഉണ്ടായിരുന്നു. അപ്പോൾ 2 പോയിൻറ്റ്സ് എഴുതിയാൽ മതി. എന്തൊക്കെയാണ്? ബിലോങ്സ് ടു ഡിഫറെൻറ്റ് ട്രൈബ്സ്. ഈച്ച് ട്രൈബ്സ് കംപ്രൈസ്ഡ് ഓഫ് മെനി ഫാമിലീസ്. ദ എൽഡസ്റ്റ് മെമ്പർ വാസ് സെലക്റ്റഡ് ആസ് ദ ഹെഡ് ഓഫ് ദ ട്രൈബ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. What are the factors that brought Maurya kingdom to the status of the first emperor of India? മൗര്യ സാമ്രാജ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യം എന്ന പദവി നേടിക്കൊടുത്ത ഘടകങ്ങൾ എന്തെല്ലാമായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ഒന്നാമത്തെ പോയിൻ്റ് എന്താണ്, കിങ്ഡം വാസ് എക്സ്റ്റെൻസീവ്ലി ലാർജ്, വളരെ വിസ്തൃതമായിരുന്നു, വളരെ വലിയൊരു രാജ്യമായിരുന്നു. കിങ്ഡം വാസ് എക്സ്റ്റെൻസീവ്ലി ലാർജ്. അഡ്മിനിസ്ട്രേഷൻ വാസ് സെൻറ്റേഡ് ഓൺ ദ കിങ്. ഇപ്പം ഭരണം രാജാവിൽ കേന്ദ്രീകരിച്ചിരുന്നു. അപ്പം ഡിസിഷൻസ് ഒക്കെ എടുക്കുന്ന ആരാണ്? രാജാവ് മാത്രമാണ്. ഭരണം രാജാവിൽ കേന്ദ്രീകരിച്ചിരുന്നു. അഡ്മിനിസ്ട്രേഷൻ വാസ് സെൻറ്റേഡ് ഓൺ ദ കിങ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? നെയിം എനി 2 ഗ്യാസസ് ദാറ്റ് കോസ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. അപ്പോൾ നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ്, മീതെയിൻ, ഓസോൺ. ഇതിൽ 3 ഗ്യാസസിൽ ഏതെങ്കിലും എഴുതുക. ഏതൊക്കെ ഗ്യാസ് ഗ്രീൻ ഹൗസ് എഫക്റ്റിന് കാരണമായത്? കാർബൺ ഡൈ ഓക്സൈഡ്, മീതെയിൻ, ഓസോൺ. കാർബൺ ഡൈ ഓക്സൈഡ്, മീതെയിൻ, ഓസോൺ, ഇതിലേതെങ്കിലും 2 എഴുതുക. ഇനി അടുത്തത് കംപ്ലീറ്റ് ചാർട്ടാണ്. താഴെ ഒരു ചാർട്ട് കണ്ടല്ലോ, ചാർട്ട്. സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ലക്ഷ്യങ്ങൾ, അതിൽ സ്വാശ്രയത്വം, വളർച്ച എന്നിവ ഇവിടെ നൽകിയിട്ടുണ്ട്. ബാക്കി 2 പോയിൻറ്റ്സാണ് നമ്മൾ എഴുതേണ്ടത്. ഇവിടെ നമുക്ക് എഴുതാം തുല്യത, ഇവിടെ ആധുനികവൽക്കരണം. അങ്ങനെ 2 പോയിൻറ്റ്സ് എഴുതാം. തുല്യത, ആധുനികവൽക്കരണം. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിലാണെന്ന് എന്തെഴുതാം? ഇക്വിറ്റി, മോഡേണൈസേഷൻ. എന്താണ് എഴുതാം? ഇക്വിറ്റി. ഇവിടെ നമുക്ക് ഇക്വിറ്റി എന്ന് എഴുതാം. അതേപോലെ തന്നെ QUITY, ഇക്വിറ്റി. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ എഴുതാം മോഡേണൈസേഷൻ, ആധുനികവൽക്കരണം, മോഡേണൈസേഷൻ. ഓക്കെ, മോഡേണൈസേഷൻ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 9ാമത്തെ ചോദ്യം. റൈറ്റ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് ഫാമിലി ആസ് എ സോഷ്യൽ ഗ്രൂപ്പ്. ഏതെങ്കിലും 2 ഫീച്ചേഴ്സ് എഴുതാനാണ്. സാമൂഹ്യ സംഘം എന്ന നിലയിൽ കുടുംബത്തിൻ്റെ 2 സവിശേഷതകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തെല്ലാം എഴുതാം? സ്മോൾ ഗ്രൂപ്പ്. ഓക്കെ, ഫാമിലി എന്ന് പറയുന്നത് സ്മോൾ ഗ്രൂപ്പാണ്. ഫെമിലിയർ പീപ്പിൾ, നമുക്ക് പരിചയമുള്ള ആൾക്കാരാണ്. എല്ലാവരും ഓഫ് ആക്ടിങ്. അതേപോലെ തന്നെ സാറ്റിസ്ഫൈസ് ദ നീഡ്സ് ഓഫ് ദ മെമ്പേഴ്സ്, ഇൻഫ്ലുവൻസസ് പേഴ്സണാലിറ്റി. ഏതെങ്കിലും 2 ഇത്. സ്മോൾ ഗ്രൂപ്പ്, ഫെമിലിയർ പീപ്പിൾ, കോമൺ വേസ് ഓഫ് ആക്ടിങ്, സാറ്റിസ്ഫൈസ് ദ നീഡ്സ് ഓഫ് ദി മെമ്പേഴ്സ്, ഇൻഫ്ലുവൻസസ് പേഴ്സണാലിറ്റീസ്. മലയാളത്തിൽ പറയാന്ന് വെച്ചാൽ നമുക്ക് എന്തെല്ലാം എഴുതാം? ചെറിയ സംഘങ്ങളായി ജീവിക്കുന്നു, പരിചിതരാണ്, പൊതുവായ ചില പ്രവർത്തന രീതികളുണ്ട്, അംഗങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു, വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നു. ഇനി നമുക്കൊരു ചാർട്ട് ഫില്ല് ചെയ്യാനാണ്. ദ ഡയറക്ടർ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. അപ്പോൾ ആരായിരുന്നു ഡയറക്ടർ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ? ആരായിരുന്നു? സർ ജോൺ മാർഷൽ. ഇവിടെ എന്താണ് എഴുതേണ്ടത്? സർ ജോൺ മാർഷൽ. അപ്പോൾ ഡയറക്ടർ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആരായിരുന്നു? സർ ജോൺ മാർഷൽ. ഓക്കെ, ജോൺ മാർഷലാണ്. അതേപോലെ ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഇവിടെ RD ബാനർജി തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? ഇൻഡസ് വാലി സിവിലൈസേഷനിൽ RD ബാനർജി കണ്ടുപിടിച്ചത് എന്താണ്? മോഹൻജദാരോ ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? സി മോഹൻജദാരോ എഴുതാം. ഈ 3 ആൻസർ ചെയ്താൽ നിങ്ങൾക്ക് 3 മാർക്കാണ്. അപ്പോൾ RD ബാനർജി കണ്ടുപിടിച്ചത് എന്താണ്? മോഹൻജദാരോ. ഓക്കെ, ഇനി അതേപോലെ കണ്ടക്ട് എക്സ്കവേഷൻ ഇൻ ഹാരപ്പ. ഹാരപ്പയിലെ എക്സ്കവേഷനൊക്കെ കണ്ടക്ട് ചെയ്തത് ആരാണ്? ദയാറാം സാഹ്നി. ഓക്കെ, ദയാറാം സാഹ്നി. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം. ഡയറക്ടർ ഓഫ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സർ ജോൺ മാർഷൽ. RD ബാനർജി ആരുമായി ബന്ധപ്പെട്ടതാണ്? മോഹൻജദാരോ. ഓക്കെ, ഹാരപ്പ, ദയാറാം സാഹ്നി. 3 മാർക്കാണ് ഈ 3 ആൻസർ എഴുതിയാൽ നിങ്ങൾക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എനി 3 ഫങ്ഷൻ ഓഫ് ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യയുടെ ഏതെങ്കിലും 3 ഫങ്ഷൻസ് എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് ഫങ്ഷൻസൊക്കെ നോക്കാം. നിങ്ങൾക്കറിയാവുന്ന 3 എഴുതിയാൽ മതി. അപ്പോയിൻറ്റ് പ്രൈം മിനിസ്റ്റർ ആൻഡ് അതർ മിനിസ്റ്റർ. പ്രധാനമന്ത്രിയെയും മറ്റ് മന്ത്രിമാരെയും നിയമിക്കുന്നത് ആരാണ്? പ്രസിഡൻ്റാണ്. അപ്പോയിൻറ്റ് ചീഫ് ജസ്റ്റിസ് ആൻഡ് ജഡ്ജസ് ഓഫ് ദ സുപ്രീം കോർട്ട്. പിന്നെ ആരെ നിയമിക്കുന്നു? സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ചീഫ് ജസ്റ്റിസിനെയും മറ്റ് ജഡ്ജിമാരെയും നിയമിക്കുന്ന ആരാണ്? പ്രസിഡൻ്റാണ്. നോമിനേറ്റ് 12 മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ ആൻഡ് 2 മെമ്പേഴ്സ് ഓഫ് ലോകസഭ. ലോകസഭയിലേക്ക് 2 പേരെയും അതേപോലെ തന്നെ രാജ്യസഭയിലേക്ക് 12 പേരെയും നോമിനേറ്റ് ചെയ്യുന്നു.
ഓക്കെ. ആക്ട് ആസ് ദ സുപ്രീം കമാൻഡർ ഓഫ് ആർംഡ് ഫോഴ്സ്, സർവ്വ സൈന്യാധിപനായിട്ട് പ്രവർത്തിക്കുന്നു. ഗീവ് അസെൻറ്റ് ടു ബിൽസ് പാസ്ഡ് ബൈ ദ പാർലമെൻറ്റ്, പാർലമെൻറ്റ് പാസ്സാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകുന്ന ആരാണ്? പ്രസിഡൻ്റാണ്. ഡിക്ലെയർ എമർജൻസി ഇൻ ദ കൺട്രി ഇഫ് നീഡഡ്, രാജ്യത്ത് അടിയന്തരാവസ്ഥ ആവശ്യമായി വരികയെന്ന് വെച്ചാൽ അത് പ്രഖ്യാപിക്കുക. അതേപോലെ തന്നെ ടേക്ക് ഡിസിഷൻ ഓൺ മേഴ്സി പെറ്റീഷൻ, ദയാഹർജി കൊടുക്കുമല്ലോ, അതിനൊക്കെ തീർപ്പ് കൽപ്പിക്കുന്ന ആരാണ്? പ്രസിഡൻ്റാണ്. അപ്പോൾ നമുക്ക് ഇതിലേതെങ്കിലും 3 പോയിന്റ് നിങ്ങൾ എഴുതിയാൽ മതി. ഫങ്ഷൻസ് ഓഫ് ദ പ്രസിഡൻറ്റ് ഒന്നുകൂടി വായിച്ചു നോക്കാം. അപ്പോയിൻറ്റ് പ്രൈം മിനിസ്റ്റർ ആൻഡ് അതർ മിനിസ്റ്റർ, അപ്പോയിൻറ്റ് ചീഫ് ജസ്റ്റിസ് ആൻഡ് ജഡ്ജസ് ഓഫ് ദ സുപ്രീം കോർട്ട്, nominate 12 members of Rajya Sabha and 2 members of Lok Sabha, act as a supreme commander of armed forces, give assent to bills passed by the parliament, declare emergency in the country if needed, take decision on mercy petitions. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഓഫ് എ പ്രൊഡക്ഷൻ? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്തൊക്കെയാണ്? ഓക്കെ, ഉൽപ്പാദനത്തിൻ്റെ ഘടകങ്ങൾ. ലാൻഡ് എന്ന് പറഞ്ഞാൽ ഭൂമി, ലേബർ എന്ന് പറഞ്ഞാൽ തൊഴിൽ, ക്യാപിറ്റൽ മൂലധനം, എൻ്റർപ്രണർഷിപ്പ് സംഘാടനം. എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? ഏതൊക്കെയാണ്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എൻ്റർപ്രണർഷിപ്പ്. ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എൻ്റർപ്രണർഷിപ്പ്. ഓക്കെ, ഇനി നമുക്ക് 13ാമത്തെ ചോദ്യം നോക്കാം. വാട്ട് ഈസ് ഗ്ലോബൽ ഫാമിംഗ്? ഹൗ ഡസ് ഇറ്റ് ബിക്കം എ ത്രെറ്റ് ടു ദ ലൈഫ് ഫോംസ് ഓഫ് ദ എർത്ത്? എന്താണ് ഗ്ലോബൽ വാർമിംഗ്? ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഗ്ലോബൽ വാർമിംഗ്? അതേപോലെ തന്നെ അത് എങ്ങനെയൊക്കെ ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് ഭീഷണിയാകുന്നു? ആഗോള താപനം എന്നാൽ എന്ത്? ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്നത് എങ്ങനെ എന്ന 2 ചോദ്യങ്ങളാണുള്ളത്. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഇൻ ദ അറ്റ്മോസ്ഫിയർ ഡ്യൂ ടു ഗ്രീൻ ഹൗസ് ഗ്യാസസ്. അപ്പോൾ നമ്മൾ നേരത്തെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു അല്ലേ? ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേന്, അതേപോലെ തന്നെ ഓസോൺ. ഇവരുടെ വർധനവ്, അന്തരീക്ഷത്തിലുണ്ടാകുന്ന വർധനവിനെയാണ് നമ്മൾ പറയുന്നത്? ആഗോളതാപനം. അപ്പോൾ എന്താകുകയാണ്? നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ടെമ്പറേച്ചറും കൂടുകയാണ്. അപ്പോൾ ദ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഇൻ ദ അറ്റ്മോസ്ഫിയർ ഡ്യൂ ടു ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ഓക്കെ, എങ്ങനെയാണ്? ദ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഇൻ ദ അറ്റ്മോസ്ഫിയർ ഡ്യൂ ടു ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ഓക്കെ, ഇതിനെ കൊണ്ടുള്ള ഭീഷണി എന്താണ്? സീ ലെവൽ മേ റൈസ് ആസ് എ റിസൾട്ട് ഓഫ് മെൽറ്റിംഗ് ഓഫ് പോളാർ ഐസ്. ഇങ്ങനെ ചൂട് കൂടിയാൽ എന്താണ്? പോളാർ ഐസ് ഉരുകും. അപ്പോൾ എന്താണ്? സീ ലെവൽ സമുദ്രത്തിൽ ജലനിരപ്പ് ഉയരും. അപ്പോൾ സീ ലെവൽ മേ റൈസ് ആസ് എ റിസൾട്ട് ഓഫ് മെൽറ്റിംഗ് പോളാർ ഐസ്. ഡിസ്ട്രക്ഷൻ ഇൻ ദ കോസ്റ്റൽ എക്കോസിസ്റ്റം. ഓക്കെ, ഡിസ്ട്രക്ഷൻ ഇൻ ദ കോസ്റ്റൽ എക്കോസിസ്റ്റം. അപ്പോൾ ആഗോളതാപനം വഴി എന്തൊക്കെയാണ് ദോഷങ്ങൾ ഉണ്ടാകുന്നത്? ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുരുക്കുന്നതിലൂടെ സമുദ്രജലനിരപ്പ് ഉയരുന്നു. സമുദ്രതീര ആവാസ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന നാശം. ഒക്കെ നമുക്കിനി 14ാമത്തെ ചോദ്യം നോക്കാം. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ റെസ്ക്യൂ ആക്ടിവിറ്റീസ് ഹെൽഡ് ഇൻ കേരള ഡ്യൂറിങ് ദ ഫ്ലഡ് ഓഫ് 2018. ഇപ്പോൾ 2018 ഉണ്ടായ ഫ്ലഡിൽ എന്തൊക്കെ റെസ്ക്യൂ ആക്ടിവിറ്റീസാണ് ഇവിടെ നടന്നത്? ഓക്കെ, ആർമി, നേവി ആൻഡ് എയർഫോഴ്സ് സ്വിങ് ഇൻ ടു ആക്ഷൻ. കരസേന, നാവികസേന, വ്യോമസേന എന്നിവരെല്ലാവരും രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങി. ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് ഒഫീഷ്യൽസ് അണ്ടർ ദ ഗവൺമെൻറ് ഓഫ് കേരള വർക്ക് ഹാർഡ്. കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള എല്ലാ ഒഫീഷ്യൽസും വളരെ കഠിനമായി പ്രയത്നിച്ചു. ഫിഷർമെൻ ഓൾസോ പാർട്ടിസിപ്പേറ്റ് ഇൻ റെസ്ക്യൂ ആക്ടിവിറ്റീസ്. അപ്പോൾ ഫിഷർമാൻ, മത്സ്യത്തൊഴിലാളികളുടെ ഒരു പാർട്ടിസിപ്പേഷൻ പറയാതെ അത് നമ്മൾ 2018 എന്ന സിനിമ നിങ്ങൾ വാച്ച് ചെയ്താൽ നിങ്ങൾക്കറിയാം. ഓക്കെ, ഫിഷർമാൻ ഓൾസോ പാർട്ടിസിപ്പേറ്റ് ഇൻ റെസ്ക്യൂ ആക്ടിവിറ്റീസ്. ദ പീപ്പിൾ ഫ്രം അൺഅഫക്റ്റഡ് റിലിജിയൻസ് ഹെൽപ്ഡ് ദ വേസ്റ്റ് സഫേഴ്സ്. അപ്പോൾ ഈ അൺഅഫക്റ്റഡ് ഏരിയാസിൽ, അതായത് ഫ്ലഡ് ഇല്ലാത്ത സ്ഥലത്ത് നിന്ന ആൾക്കാർ ഒരുപാട് സാമ്പത്തികമായിട്ടും അതേപോലെ തന്നെ ശാരീരികമായിട്ടും വളരെയധികം സാമ്പത്തികമായിട്ടും ഒക്കെ എല്ലാ വിധത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടു. ദ പാർട്ടിസിപ്പേഷൻ ആൻഡ് അപ്രോച്ച് ഓഫ് ദ യൂത്ത് ഓഫ് കേരള ഈസ് വർത്ത് മെൻഷനിങ്. അപ്പോൾ കേരളത്തിലെ യുവജനങ്ങളുടെ പങ്കാളിത്തം എടുത്തറിയ
അറിയിച്ച ഒരു സംഭവമായിരുന്നു 2018 വെള്ളപ്പൊക്കം. നമുക്ക് ഒന്നുകൂടി നോക്കാം. 15ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ആർമി, നേവി, എയർഫോഴ്സ് swing into action. Army, Navy and Air Force swing into action. Different departments and officials under government of Kerala work hard. Fishermen also participated in rescue activities. The people from unaffected regions helped the worst sufferers. The participation and approach of the youth of Kerala is worth mentioning. നമ്മൾ 15ാമത്തെ ചോദ്യമാണ് പഠിച്ചത്. ഇനി നമുക്ക് 16ാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ഓക്കെ, 14ാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമുക്ക് 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഓക്കെ, മാച്ച് ദ ഫോളോയിങ്ങിൽ എന്താണ്? വർത്തമാന മഹാവീരൻ, കൗടില്യ, അതേപോലെ കാളിദാസ, ശ്രീബുദ്ധ. ഇപ്പുറ സൈഡിൽ എന്താ? അർത്ഥശാസ്ത്ര, ജൈനിസം, ത്രിപീഡികാസ്, അഭിജ്ഞാന, ശാകുന്തളം. ഓക്കെ, അപ്പോൾ നമുക്ക് വായിക്കുമ്പം തന്നെ നമുക്ക് ഒരുവിധം ആൻസറൊക്കെ കിട്ടിയിട്ടുണ്ടാവും. വർത്തമാന മഹാവീരൻ ഏതുമായിട്ടാണ് നമ്മൾ മാച്ച് ചെയ്യേണ്ടത്? ജൈനിസമാണ്. മഹാവീരൻ. ഓക്കെ, ജൈനിസം, ജൈനമതം. കൗടില്യൻ്റേതാണ് അർത്ഥശാസ്ത്രം ആരെഴുതിയതാണ്? കൗടില്യ, അർത്ഥശാസ്ത്ര. കാളിദാസ് എന്താണ്? അഭിജ്ഞാന ശാകുന്തളം. ശ്രീബുദ്ധ, ത്രിപീഠിക. ഓക്കെ, വർത്തമാന മഹാവീരൻ ജൈനമതം, കൗടില്യൻ അർത്ഥശാസ്ത്രം, കാളിദാസൻ അഭിജ്ഞാന ശാകുന്തളം, ശ്രീബുദ്ധൻ ത്രിപീഠകങ്ങൾ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. 16ാമത്തെ ചോദ്യം. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയുടെ കാരണങ്ങൾ വിശദമാക്കുക. എന്തൊക്കെയാണ്? വെള്ളപ്പൊക്കം, പുറമേ നിന്നുള്ള ആക്രമണങ്ങൾ, വനനശീകരണം, കാർഷിക മേഖലയുണ്ടായ തകർച്ച, പകർച്ചവ്യാധികൾ. ഏതെങ്കിലും 3 എഴുതിയാൽ മതി. ഇതൊക്കെയാണ് എന്താണ് അവിടം തകരാൻ കാരണം. എന്താണ്? ഫ്ലഡ് എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കം. എക്സ്റ്റേണൽ ഇൻവേഷൻ എന്ന് പറഞ്ഞാൽ പുറമേ നിന്നുള്ള ആക്രമണങ്ങൾ. ഡിഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, വനനശീകരണം. ഡിക്ലൈൻ ഓഫ് അഗ്രികൾച്ചർ സെക്ടർ അവരുടെ തകർച്ചയ്ക്ക് കാരണമായത്, ഹാരപ്പൻ സിവിലൈസേഷൻ്റെ തകർച്ചയ്ക്ക് കാരണമായത് ഇത്രയും കാര്യങ്ങളാണ്. ഇനി നമുക്ക് 17ാമത്തെ ചോദ്യം നോക്കാം. അനലൈസ് ദ സോഷ്യൽ ലൈഫ് ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ഡിഫറെൻറ്റ് തിണാസ് ഓഫ് ആൻഷ്യൻ തമിഴകം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഫസ്റ്റ് ടൈമിലും സെക്കൻഡ് ടൈമിലൊക്കെ നിങ്ങൾക്കറിയാം. തിണാസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് വായിച്ചു നോക്കാം. നമുക്ക് തിണാസ്. ഓക്കെ, ഹണ്ടിങ് ആൻഡ് കളക്ടിങ് ഓഫ് ഫോറസ്റ്റ് റിസോഴ്സ് വർ ദ മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് ഓഫ് ദ പീപ്പിൾ ഇൻ ദ ഹില്ലി കുറിഞ്ചി. അപ്പോൾ ആദ്യത്തെ എന്താണ്? ഹില്ലി കുറിഞ്ചി. അവിടുത്തെ ആൾക്കാരുടെ പ്രധാന തൊഴിലെന്താണ്? ഹണ്ടിങ് ആൻഡ് കളക്ടിങ് ഓഫ് ഫോറസ്റ്റ് റിസോഴ്സസ് വർ ദ മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് ഓഫ് ദ പീപ്പിൾ ഇൻ ദ ഹില്ലി കുറിഞ്ചി. മറന്നു പോകരുത്. ഹില്ലി കുറിഞ്ചി, അതായത് കുറിഞ്ചി എന്ന തിണയിൽ കാടും മലയും ആണ്. അവിടെയുള്ള ആൾക്കാരുടെ തൊഴിൽ എന്താണ്? വേട്ടയാടലാണ്. റെയറിംഗ് ഓഫ് കാറ്റൽ വാസ് ദ മേജർ ഓക്യുപ്പേഷൻ ഓഫ് ദ പീപ്പിൾ ഇൻ മുല്ലൈ ഗ്രാസ്ലാൻഡ്. അടുത്ത എന്താണ്? മുല്ലൈ ഗ്രാസ്ലാൻഡ്. അവിടെ എന്താണ്? കന്നുകാലി വളർത്തൽ. കാറ്റൽ റെയറിംഗ് എന്ന് പറഞ്ഞാൽ കന്നുകാലി വളർത്തൽ. ഇപ്പോൾ നമ്മൾ ഹണ്ടിങ് എവിടെയാണ് പഠിച്ചത്? ഹില്ലി കുറിഞ്ചി. അതേപോലെ തന്നെ മുല്ലൈ ഗ്രാസ്ലാൻഡ്. ഓക്കെ, ഇനി അടുത്ത എന്താണ്? അപ്പോൾ 2 തിണാസ് നമ്മളിപ്പോൾ പഠിച്ചു. ഇനി അടുത്തത് എന്താണ്? Those who chiefly engaged in stealing cattle were the people from Palay dryland. അപ്പോൾ പാലൈ എന്ന് പറഞ്ഞാൽ ഡ്രൈലാൻഡ് ആണ്. അവിടെ ആൾക്കാർക്ക് എന്താണ്? കവർച്ചയാണ് അവരുടെ മെയിൻ. അടുത്ത 4ാമത്തെ റൈസ് ആൻഡ് ഷുഗർ ഗെയിം വേർ കൾട്ടിവേറ്റഡ് ഇൻ വെറ്റ്ലാൻഡ്. മരുതം എന്ന് പറഞ്ഞാൽ വെറ്റ്ലാൻഡ് ആണ്, വയലാണ്. അവിടെ റൈസ് ആൻഡ് ഷുഗർ കെയിൻ ആണ് അവരുടെ പ്രധാന തൊഴിൽ. ഫിഷിംഗ് ആൻഡ് സാൾട്ട് പ്രൊഡക്ഷൻ വേർ ദ മേജർ ഓക്യുപ്പേഷൻ ഓഫ് ദ പീപ്പിൾ ഇൻ കോസ്റ്റൽ റീജിയൻ. നെയ്തൽ എന്ന് പറയുന്നത് എന്താണ്? തീരപ്രദേശമാണ്, കോസ്റ്റൽ റീജിയൻ ആണ്. സാൾട്ട് വാസ് മെയ്ഡ് ബൈ ഇവാപറേറ്റിംഗ് ദ സീ വാട്ടർ. അപ്പോൾ തീരപ്രദേശം, കോസ്റ്റൽ ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കടൽ തീരത്താണ് അവർ താമസിക്കുന്നത്. സ്വാഭാവികമായും അവർ സമുദ്രജലം വറ്റിച്ച് ഉപ്പുണ്ടാക്കുന്നതിനാണ് അവരുടെ മെയിൻ ഹോബി. അപ്പോൾ നമ്മൾ ഇവിടെ എന്തൊക്കെയാണ് പഠിച്ചത്? 5 തിണാസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ എന്ത് പറഞ്ഞു? റെയറിംഗ് ഓഫ് കാറ്റ്, മുല്ലൈ ഗ്രാസ്ലാൻഡ്. ആദ്യത്തെ ഹില്ലി കുറിഞ്ചിയാണ്. ഓക്കെ, ഹില്ലി കുറിഞ്ചിയാണ്. രണ്ടാമത്തെ മുല്ലൈ ഗ്രാസ്ലാൻഡ് ആണ്. പിന്നെ പാലൈ ഡ്രൈലാൻഡ് ആണ്. വെറ്റ്ലാൻഡ് മരുതമാണ്. ആൻഡ് ലാസ്റ്റ് വൺ കോസ്റ്റൽ റീജിയൻ നെയ്തലാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സജസ്റ്റ് 18ാമത്തെ ചോദ്യം. മെൻഷൻ ദ എസെൻഷ്യൽ ഫോർ മാപ്പ് റീഡിങ്ങിൻ്റെ എസെൻഷ്യൽസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്കെയില്, ഡയറക്ഷൻ, സയൻസ്, സിമ്പിൾസ്. എന്തൊക്കെയാണ്? തോത്, ദിശ, നിറങ്ങൾ, ചിഹ്നങ്ങൾ. ഏതൊക്കെയാണ്? സ്കെയില്, ഡയറക്ഷൻ, സയൻസ്, സിമ്പിൾ. ഓക്കെ,
ഇനി നമുക്ക് 90th ക്വസ്റ്റ്യൻ നോക്കാം. സജസ്റ്റ് എനി 4 ആക്ടിവിറ്റീസ് ദാറ്റ് വുഡ് ബി ഹെൽപ്ഫുൾ ഇൻ കളക്ടിങ് ആൻഡ് സ്റ്റോറിങ് റെയിൻ വാട്ടർ ഇൻ ദ സോയിൽ. സജസ്റ്റ് എനി 4 മെത്തേഡ്. ചോദ്യം നമുക്ക് മലയാളത്തിൽ നോക്കാം. മഴവെള്ളം മണ്ണിലേക്ക് താഴ്ത്താനും സംഭരിക്കാനും സഹായിക്കുന്ന 4 പ്രവർത്തനങ്ങൾ നിർദ്ദേശിക്കാനാണ്. അപ്പോൾ എന്താണ്? തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക, വനങ്ങൾ നിലനിർത്തുക, മരങ്ങൾ നട്ടുവളർത്തുക, തട്ട് കൃഷി, തടയണങ്ങൾ നിർമ്മിക്കുക, മഴക്കുഴികൾ നിർമ്മിക്കുക. ഇതൊക്കെയാണ് മഴവെള്ളം മണ്ണിലേക്ക് താഴ്ത്താനും സംഭരിക്കാനും സഹായിക്കുന്ന കാര്യങ്ങൾ. അപ്പം നമുക്ക് ഇംഗ്ലീഷിലുള്ളതൊന്ന് നോക്കാം. കൺസർവേഷൻ ഓഫ് വെറ്റ്ലാൻഡ്സ്. വെറ്റ്ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ വയൽപ്രദേശം, തണ്ണീർത്തടങ്ങൾ. പ്രൊട്ടക്ഷൻ ഓഫ് ഫോറസ്റ്റ് നിലനിർത്തുക. ടെറസ് ഫാമിംഗ്. മൾച്ചിങ്, മൾച്ചിങ്. റൈസ് ആൻഡ് ഷുഗർ കെയിൻ കൾട്ടിവേഷൻ. കൺസ്ട്രക്ഷൻ ഓഫ് ചെക്ക് ഡാംസ്. കൺസ്ട്രക്ഷൻ ഓഫ് മഡ് വാൾസ്. ഇതൊക്കെയാണ് നമ്മൾ കൺസർവ് ചെയ്യേണ്ട മാർഗ്ഗങ്ങൾ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5 മാർക്കിൻ്റെ ചോദ്യമാണ്. 2 ക്വസ്റ്റ്യൻസിൻ്റെ ഏതെങ്കിലും അറിയാവുന്ന ഒന്ന് എഴുതിയാൽ മതി. എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് നിയോലിത്തിക് ഏജ്, അതേപോലെ എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് ഓഫ് ഇൻഫ്ലുവൻസ് സോയിൽ ഫോർമേഷൻ. അപ്പോൾ അങ്ങനെ 2 ചോദ്യങ്ങളാണുള്ളത്. അപ്പോൾ നമുക്ക് ഫീച്ചേഴ്സ് ഓഫ് നിയോലിത്തിക് ഏജ് നോക്കാം. എന്തൊക്കെയാണ്? യൂസ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ്. പോളിഷ് സ്റ്റോൺ, അതായത് മിനുസപ്പെടുത്തി ശിലായുധങ്ങൾ ഉപയോഗിച്ചു. ബിഗിനിങ് ഓഫ് കൾട്ടിവേഷൻ, പിന്നെന്താ? കൃഷി ആരംഭിച്ചു. ദ ചേഞ്ച് ഫ്രം ഫുഡ് ഗാദറിങ് ടു ഫുഡ് പ്രൊഡക്ഷൻ. ആദ്യം എന്താണ് അവർ ചെയ്തിരുന്നത്? ഫുഡ് ഗാദറിങ് ആണ്, ഫുഡ് ശേഖരിച്ചു കൊണ്ടിരുന്നത്. ഇപ്പോൾ എന്തായി? അവർ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങി. സെറ്റിൽ ഡൗൺ ഇൻ ദ റിവർ വാലീസ്. നദീ തീരങ്ങളിലാണ് അവർ സെറ്റിലായത്. ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ്, മൃഗങ്ങളെ മെരുക്കി ജീവിച്ചു. ഇൻവെൻഷൻ ഓഫ് വീൽസ്, ചക്രം കണ്ടുപിടിച്ചു. വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ യൂസിങ് റാഫ്റ്റ്സ്. ഇത്രയും കാര്യങ്ങളാണ്. യൂസ് ഓഫ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ്, ബിഗിനിങ് ഓഫ് കൾട്ടിവേഷൻ, ദ ചേഞ്ച് ഫ്രം ഫുഡ് ഗാദറിംഗ് ടു ഫുഡ് പ്രൊഡക്ഷൻ, സെറ്റിൽ ഡൗൺ ഇൻ ദ റിവർ വാലീസ്, ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ്, ഇൻവെൻഷൻ ഓഫ് വീൽസ്, വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ യൂസിങ് റാഫ്റ്റ്സ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അടുത്ത ക്വസ്റ്റ്യന് എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് സോയിൽ ഫോർമേഷൻ. മണ്ണ് ഉണ്ടാകുന്നതിന് കാരണമായിട്ടുള്ള ഘടകങ്ങൾ എന്തെല്ലാമാണ് എന്നാണ്. ആദ്യത്തേത് ക്ലൈമറ്റ്, അല്ലേ? ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാലാവസ്ഥ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് വഹിക്കുന്നുണ്ട്. സോയിൽ ഫോർമേഷൻ വിൽ ബി സ്ലോ ഇൻ കോൾഡ് എൻവയോൺമെൻറ്റ്. അപ്പോൾ തണുപ്പേറിയ സാഹചര്യങ്ങളിൽ മണ്ണിൻ്റെ രൂപീകരണം മെല്ലെയായിരിക്കും. അപ്പം തണുപ്പ് കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ച് മണ്ണുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. ഇനി അടുത്തത് എന്താണ്? ടോപ്പോഗ്രഫി, ഭൂപ്രകൃതി. സോയിൽ വിൽ ബി തിൻ അലോങ് സ്റ്റീപ്പ് സ്ലോപ്സ് എന്ന് പറഞ്ഞാൽ ചെങ്കുത്തായ ചെരിഞ്ഞ പ്രദേശങ്ങളിൽ മണ്ണിന് കനം കുറവായിരിക്കും. ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഡീക്കേയിങ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് കോസ് വെതറിങ് ഓഫ് റോക്സ് ഇറ്റ് ഈസ് ഫോംഡ്. അപ്പോൾ സസ്യങ്ങളും ജന്തുക്കളും അഴുകി ഉണ്ടാകുന്ന ഒരു ആസിഡ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ അപക്ഷയത്തിന്, വെതറിങ് ഓഫ് റോക്സിന് കാരണമാകുന്നു. പിന്നെ അടുത്തത് പാരൻറ്റ് റോക്ക്, മാതൃശില. ദ സ്ട്രക്ചർ ഓഫ് ദ സോയിൽ ഡിപ്പെൻഡ്സ് ഓൺ ദ റോക്ക് വിച്ച്. ഏത് റോക്കിലാണോ ഉള്ളത്, ഏത് റോക്കിൽ നിന്നാണോ രൂപം കൊള്ളുന്നത്, അതിനനുസരിച്ച് അതിൻ്റെ ഘടനയിലൊക്കെ വളരെ വ്യത്യാസമുണ്ടാകും. അപ്പം പാരൻറ്റ് റോക്ക്. ഇനി അടുത്ത ടൈം, സമയം. തിക്നെസ് ആൻഡ് സ്ട്രക്ചർ ഓഫ് സോയിൽ ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈം ടേക്കൺ ഫോർ ഇറ്റ്സ് ഫോർമേഷൻ. മണ്ണിൻ്റെ കനം, ഘടന, അതൊക്കെ അത് രൂപം കൊള്ളുന്ന സമയത്ത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ നമുക്ക് എന്തൊക്കെ പറയാം? ക്ലൈമറ്റ് പറയാം, ടോപ്പോഗ്രഫി പറയാം, പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, പാരൻറ്റ് റോക്ക്, ടൈം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് നോക്കാം, അല്ലേ? അതേപോലെ മലയാളത്തിൽ പറയാന്ന് വെച്ചാൽ ഘടകങ്ങൾ കാലാവസ്ഥ, ഭൂപ്രകൃതി, സസ്യങ്ങളും ജന്തുക്കളും, മാതൃശില, സമയം. ഇത് ചിലപ്പോൾ ഇനി 3 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ വരാവുന്ന ഒരു ചോദ്യമാണ്. അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നത് നല്ലവണ്ണം ശ്രദ്ധിച്ച് അത് നോട്ടിൽ എഴുതി വെക്കുക. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാകും. ഇനി വേറൊരു ചോദ്യ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു 3, 4, 5 ചോദ്യങ്ങൾ എന്തായാലും പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അങ്ങനെ ഒരു 4-5 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുവിധം ക്വസ്റ്റ്യൻസൊക്കെ മനസ്സിലാവും. ക്വസ്റ്റ്യൻസ് മാത്രമല്ല ആൻസറും നമ്മൾ ഈ ചാനലിൽ കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. Thank you for watching this video.